ആ ബീറ്റ് തന്നെ അല്ലെ, ഹൈ വോൾട്ടേജ് ബീറ്റ് ആണ്. വെൽക്കം ടു ചെങ്സ് ടോക്ക്. അപ്പൊ നമ്മളിപ്പോ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് പഴയ മൂവി ആയിട്ടുള്ള പോക്കിരി, നമ്മുടെ വിജയണ്ണന്റെ പോക്കിരി മൂവിയുടെ ഒഫീഷ്യൽ റിലീസ് ട്രെയിലർ ആണ്. ആൻഡ് നമുക്കറിയാം ഇത് വർഷങ്ങൾക്ക് മുന്നേ റിലീസായ സമയത്ത് ചിലപ്പോൾ ട്രെയിലർ ഒന്നും ഉണ്ടാവില്ല അല്ലെ? ആ സമയത്ത് ട്രെയിലർ ഉണ്ടായിരുന്നു. എവിടെ കാണിക്കും? തിയേറ്ററിൽ കാണിക്കും. ഓക്കെ, ഞാൻ ചിലപ്പോൾ തിയേറ്ററിൽ പോവാത്തോണ്ടല്ല, ആരും കൊണ്ടുപോകാത്തോണ്ട് അങ്ങനെ വേണം പറയാനായിട്ട്, അല്ലെങ്കിൽ ഞാൻ മനഃപൂർവ്വം പോവാത്തല്ല. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൂവിനെ പറ്റി പറയാൻ നമുക്കറിയാം, പ്രഭുദേവ ഡയറക്ട് ചെയ്ത മൂവിയാണ്. ആൻഡ് കുറേ അധികം ലാംഗ്വേജിൽ ഇത് റീമേക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ഒറിജിനൽ റീമേക്ക് എന്ന് പറയുന്നത്, ഒറിജിനൽ വേർഷൻ എന്ന് പറയുന്നത് തെലുഗു എന്നാണെന്നുള്ളത് നമ്മൾ പിന്നീട് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതല്ലേ ഒറിജിനൽ? അല്ലല്ല, ഇത് നമ്മൾ പിന്നീട് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഒറിജിനൽ എന്ന് പറയുന്നത് മഹേഷ് ബാബു ഗാരു തെലുഗു മൂവി, അതിന്റെ റീമേക്ക് ആണ് ഇത്. പക്ഷെ ഇതിന്റെ റീമേക്ക് ആണ് പിന്നീട് കുറെ വന്നിട്ടുള്ളത്. അതായത് എനിക്ക് തോന്നുന്നു ഇതാന്ന് തോന്നുന്ന ഒരു ആധാരമായിരുന്നു ഇതെല്ലാത്തിന്റെ. അതായത് ഇതിനെ വെച്ചിട്ടാണ് തോന്നുന്നുണ്ട് കുറച്ചും കൂടി മറ്റ് ലാംഗ്വേജ്, അതായത് ഇതിൽ കുറച്ചും കൂടി ആ ഒരു മാസ് എലമെന്റ്സും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി എന്റർടൈനിങ് വരുന്ന സമയത്ത് എന്തായാലും ആ ഒരു എലമെന്റ് ബൈ ഡിഫോൾട്ട് ആയിട്ട് വരും. ആക്ച്വലി നമ്മൾ അറിയുന്നത് ഇതിന്റെ റീമേക്ക് ആണ് ബാക്കിയുള്ള സിനിമകൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ വിചാരിക്കുന്നത്. അല്ല, സംഭവം ഇപ്പൊ എന്താ കുറെ അധികം മൂവീസ്, പഴയ മൂവീസ് ഇങ്ങനെ റിലീസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? ഇങ്ങനത്തെ മൂവീസ് ഇല്ലേ, പഴയ ആ ഒരു കുറച്ച് കമേഴ്ഷ്യൽ എലമെന്റ്സ് നല്ല രീതിയിലുള്ള മൂവീസ് ഒന്നും പണ്ടെടുത്ത ആ ഒരു സ്റ്റൈലിൽ ഇപ്പോഴത്തെ കാലത്ത് എടുക്കുമ്പോൾ അത്ര വരുന്നില്ല. അത് എന്ന് പറയുന്ന ഒരു മാസ്റ്റർ പീസ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കണം ചിലപ്പോ. കാരണം ഇതിനകത്ത് നമ്മളെ വിജയ് ഉണ്ട്, അതുപോലെ തന്നെ അസിൻ ഉണ്ട്. ആ വിജയ് അസിൻ കോമ്പിനേഷൻ അതന്നെ ഭയങ്കര ഹിറ്റാണ്. പിന്നെ പ്രകാശ് രാജും ഉണ്ട്. അതെ, ആ ഒരു ഗില്ലി സംഭവം ഗില്ലിനെ ഓർമ്മിക്കല്ലേ? അല്ല, അപ്പൊ അത്രയും ആ ഒരു കോമ്പിനേഷൻ. പിന്നെ മണിശർമ്മ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ മ്യൂസിക് ആണ്. കിട്ടിലും പാട്ടുകളാണല്ല അല്ല, എല്ലാ പാട്ടും ഭയങ്കര ഹിറ്റ്. പാട്ടുകളൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ മൂവി ഞാൻ കണ്ടിട്ടില്ല. എനി ലാംഗ്വേജ് ഈ സീൻസ്, ഇൻട്രോ സീന് കണ്ടിട്ടുണ്ട്. നമ്മൾ റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് വാണ്ടഡിന്റെ റിയാക്ഷനും ചെയ്തിട്ടുണ്ടായിരുന്നു. മഹേഷ് ബാബുകാരന്റെ ചെയ്തായിരുന്നു. മഹേഷ് ബാബുകാരന്റെ നമ്മള് കന്നഡ ചെയ്തു, പിന്നെ അതുപോലെ തമിഴ് ചെയ്തു, ഹിന്ദി ചെയ്തു. ഈ മൂന്നിന്റെയും ഇൻട്രോ സീന് നമ്മൾ റിയാക്ഷൻ ചെയ്തിട്ടുണ്ട്. ഫുൾ മൂവി ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ട്? തിയേറ്റർ കണ്ടിട്ടില്ല, തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. സോ അതിനെ പറഞ്ഞു കേൾക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് പാട്ടുകൾ ഞാൻ കുറേ വട്ടം കേട്ടിട്ടുണ്ട്. പോക്കിരിയിലെ പാട്ടുകൾ എന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിലൊക്കെ ഏത് സമയത്തും ടി വിയിൽ വന്നുകൊണ്ടിരുന്ന എപ്പോഴും ഇങ്ങനെ എൻജോയ് ചെയ്യാനുള്ള കുറെ ബീറ്റ് സോങ് ഉണ്ട്. കുറേ പാട്ടുകൾ അതിനകത്ത്. മണിശർമ്മയാണ് അതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്, അദ്ദേഹമാണ്. ആൻഡ് ആ മ്യൂസിക് എന്ന് പറയുന്ന, ആ പാട്ട് എന്ന് പറയുന്ന ഭയങ്കര എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു റിപ്പീറ്റ്. അത് ഇപ്പോഴും നമുക്ക് എത്ര വട്ടം വേണമെങ്കിലും ഇങ്ങനെ കേട്ടോണ്ടിരിക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. പക്ക വൈബ് പടമാണെങ്കിലും പറയാം. ശരിക്കും എന്താ പറയാ, ഈ ഒരു മൂവി ഇപ്പൊ ഒരു റിലീസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടുകയാണ്. വേണമെന്നുണ്ടെങ്കിൽ എനിക്കൊക്കെ പോയി കാണാം. അതായത് കാണാത്തവർക്കും കാണാം, പിന്നെ കണ്ടവർക്കും തിയേറ്ററിൽ കാണാത്തവർക്ക് കാണാം. എന്നെ പോലുള്ള ഒരു സംഭവത്തിൽ ആ സമയത്ത് ജനിച്ച ആൾക്കാരൊക്കെ ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്തായാലും ഇപ്പൊ അതിനുള്ള ഒരു ചാൻസ് കിട്ടുന്ന സമയത്ത് നമ്മൾ അത് മിസ് ചെയ്യരുത് എന്നാണ് പറയാനുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ സ്പടികം റിലീസ് ചെയ്ത സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഭയങ്കര ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ്. നമ്മളൊക്കെ എത്രയോ വട്ടം ആ മൂവി മിനി സ്ക്രീനിൽ കണ്ടതാണ്. പക്ഷെ എന്നാലും ബിഗ് സ്ക്രീനിൽ കാണുന്ന സമയത്ത് ദാറ്റ് ടു വിത്ത് ചേഞ്ചസ്. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് 4K. ആ ഒരു ഡിഫറെന്റ് കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടാണ് വരാൻ പോകുന്നത്. അപ്പൊ എന്തായാലും കുട്ടികൾക്കൊക്കെ കാണാൻ പറ്റിയിട്ടുള്ള ഒരു മൂവി ആകാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വിജയ് ഫാൻസ് ഒക്കെ, അപ്പൊ അവർക്കൊക്കെ ആ ഒരു എക്സ്പീരിയൻസ്, തിയേറ്റർ എക്സ്പീരിയൻസ്, ഇങ്ങനെയും ഒരു കാലം അണ്ണൻ ഉണ്ടായിരുന്നു എന്ന് കാണാനായിട്ട്. കാരണം മിനി സ്ക്രീനിൽ കാണുമ്പോൾ കുറെ പരസ്യം അതൊക്കെ വന്നിട്ടാണെങ്കിൽ വരെ കാണാൻ പറ്റില്ല. ഇതാകുമ്പോൾ ഒറ്റ സ്ട്രിച്ചിലിരുന്ന് കാണാൻ പറ്റും. അപ്പൊ എന്തായാലും ഞാൻ കാണട്ടെ. ഞാനും ഇത് കണ്ട് ഇൻട്രസ്റ്റീവാണെങ്കിൽ ഞാനും പോയി അങ്ങനെയൊന്നും പറയരുത്. ஒருத்தன் அடிக்கணும், அவன் ஏரியாலேயே போய் அடிக்கணும். அடிக்க போறது யாரு? தளபதி விஜய் அடிக்க போறது யாரு? ആ ബീറ്റ് തന്നെ അല്ലെ, ഹൈ വോൾട്ടേജ് ബീറ്റ് ആണ്. பொறி கலங்கி பூமி எதிர்றது உடம்புல தெரியுது, அவன் தான் தமிழ். പാട്ടുകളുടെ ഒരു മേളം. காதலிக்கலாம் போட்டிருக்கேன். വടിവേലുണ്ട്. വടിവേല് കോമ്പിനേഷൻ ആണ് ഇതിനകത്തുള്ളത്. எனக்கு பயம் இல்ல.
ലിയോ ലിയോ ഇങ്ങനെ വെടിവെക്കുന്നില്ല. അല്ലേ എല്ലാ പാട്ടുകളും பணத்துக்காக கட்ட பஞ்சாயத்து பண்றது, கொலை பண்றது, இந்த என்டையர் நெட்வொர்க்கையும் ரிமோட் கண்ட்ரோல்ல வச்சு என்னடா வந்துட்டேன். இதுவரைக்கும் நீ செஞ்ச சொல்ற வேலையிலே சீரியஸ் மேன். நீ நினைக்கிற மாதிரி நான் போக்குறீ இல்ல. ഇല്ല കോമഡി എലമെന്റ്സ് ആണ് വടിവേല് വരുന്നത്. പക്ഷെ മാസ് എലമെന്റ്സ് ആ കൂടുതൽ. ഡയലോഗ് அவன் போட்டு உனக்கு எவ்வளோ எனக்கு எவ்வளோ 5 கோடி தான் போட்டு பண்ணு. வந்துன்றது முக்கியம் இல்லடா, உங்களுக்கு எப்படி இறங்குறது முக்கியம். ആ സമയത്ത് നാനേ കേൾക്കാൻ മാട്ടെ. മറ്റേത് ഹൈ വോൾട്ടേജ് അല്ലേ? അത് ഇനി റീമാസ്റ്റർ ചെയ്തോണ്ടിട്ടാണോ ഇനി ഹൈ വോൾട്ടേജ് ഒന്നും കൂടി അങ്ങനത്തെ ഒരു ഫീൽ എനിക്ക് വന്നത്. കാരണം അത് ഭയങ്കര ഒരു ടക്ക് 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 എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ കട്ട് ചെയ്തിരിക്കുന്നതും ഓരോ സീന് പോകുന്നതും. അതായത് ക്രിമിനലിന് എന്താ പറയാ, ഞാൻ പൊക്കിരി മാത്രല്ല ക്രിമിനലാണെന്നാണ് പറയുന്നത്. ഭയങ്കര ഒരു സംഭവമാണ് കാണിച്ചത്. ഭയങ്കര എന്താ പറയുക, ഒരു വയലൻസ് സംഭവങ്ങളൊക്കെ ഒരു എൻഡിങ് ആയപ്പോ ആ ഒരു എനിക്ക് പാട്ടുകളൊക്കെ എത്രത്തോളം ഉണ്ടോ അതിന്റെ ഉപരി എനിക്ക് തോന്നുന്നു കുറച്ച് ആ ഒരു വയലൻസ് സീനും മാസ് സീനും ഉണ്ട്. അടി വരുന്ന സമയത്ത് വേറെ ലെവൽ അടിയാണ്, മാസ് വരുന്നത് മറ്റേ മാസാണ്. പക്ഷെ അതിന്റെ കൂടെ തന്നെ കമേഴ്ഷ്യൽ എലമെന്റ്സ് ആയിട്ട് നല്ല പാട്ടുകളും പിന്നെ അതുപോലെ കോമഡി സീൻ കോമ്പിനേഷൻ വിത്ത് വടിവേല്, ആ ഒരു കോമ്പിനേഷനും ശരിക്കും നമ്മുടെ ലിയോനെ ഉറപ്പിക്കുന്ന കുറെ സാധനങ്ങളൊക്കെ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒരു സംഭവങ്ങളൊക്കെ എവിടെ ഒരു ചെറിയൊരു വൈബ് ഉണ്ട്. അത് ഇങ്ങനെ ഒരു വിജയണ്ണനെ എനിക്ക് കാണാൻ പറ്റുമോ എന്നുള്ളതാണ് അല്ലെ. ഈ ഒരു എനർജറ്റിക് ഒബ്വിയസ്ലി നമുക്ക് കുറെ കാര്യങ്ങൾ കിട്ടില്ല, ദാറ്റ് വി നോ, ദാറ്റ്സ് എ ഫാക്ട് ഓഫ് നേച്ചർ. പക്ഷെ എന്നാലും ഈ വിജയണ്ണൻ എന്ന് പറയുന്നത് അത് ഒരു വേറൊരു വൈബ് അങ്ങനെ പറയാ. കാരണം വെച്ചാല് ഭയങ്കര അത് തീ കട്ടയാ പറയുകയാണെങ്കിൽ നമ്മൾ പറയില്ലേ ഇങ്ങനെ ഭയങ്കര ജമ്പ് ചെയ്ത് നിൽക്കുന്ന. അതായത് ആ ക്യാരക്ടറിന് മാക്സിമം ശരിക്കും വിജയണ്ണന്റെ ക്യാരക്ടർ ലൈക്ക് വെൻ വി ആർ വാച്ചിങ് ഇപ്പോ നമ്മള് ഇവന്റ്സിലൊക്കെ കാണുമ്പോൾ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് അതേന്ന് പറയുന്നത് ഭയങ്കര ക്വയറ്റ് ആയിട്ടുള്ള ഒരു മാനാണ് അല്ലെ. ഭയങ്കര ക്വയറ്റ് ആൻഡ് കാം കൈൻഡ് ഓഫ് പേഴ്സണാലിറ്റി ആണെന്നാണ് ഞാൻ കണ്ടിരിക്കുന്ന പല സ്ഥലത്തിട്ടോ. പക്ഷെ ഇങ്ങനെ ക്യാരക്ടേഴ്സ് വരുന്ന സമയത്ത് ഇറ്റ് വുഡ് ഡു ഡെഫിനറ്റ്ലി ലൈക്ക് to his maximum and out of his own character might be അല്ലെ. അതായത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഫാൻസിനെ മാക്സിമം എന്റർടൈൻ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അദ്ദേഹം മാക്സിമം അവിടെ അഴിഞ്ഞാട്ടം തന്നെയാണ് ശരിക്കും നടക്കുന്നത്. കാരണം നമ്മൾ നേരിട്ട് കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വീഡിയോയിലൂടെ മറ്റുള്ള ഇങ്ങനെ കാണുന്ന സമയത്ത് അദ്ദേഹം സംസാരിക്കുന്ന രീതിയൊക്കെ ഭയങ്കര ഒരു ലോ വോയിസില് അല്ലെ അങ്ങനെ സംസാരിക്കും. പക്ഷെ അത് ശരിക്കും നമുക്ക് പറയാം പുറത്തൊരു ഇൻട്രോവേർട്ടും അല്ലെ, സിനിമയിൽ വരുന്ന സമയത്ത് പക്ക എക്സ്ട്രോവേർട്ടും ആണ്. പക്ക ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആള് ആ ഇൻട്രോവേർട്ടിന് ഓപ്പോസിറ്റ് ആയ എങ്ങനെ ഉണ്ടാവും അതാണ് മൂവിയിൽ അദ്ദേഹം ശരിക്കും മൂവി വെൻ ഹി ടേക്ക് ലൈക്ക് അദ്ദേഹം വേറൊരാളായി മാറും. അത് ഭയങ്കര ഒരു വലിയൊരു സംഭവം തന്നെയാണ്. കാരണം വിത്ത് സെയിം ഇൻട്രോവേർട്ട് ക്യാരക്ടർ ചെയ്യുകയാണെങ്കിൽ അത് വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ വെൻ ഹി ഈസ് ഡൂയിങ് എൻ എക്സ്ട്രോവേർട്ട് ക്യാരക്ടർ ദാറ്റ് ടു ദ എക്സ്ട്രീം ഓഫ് ഇറ്റ് ചെയ്യും. അത് ഇതിലൊക്കെ ഭയങ്കര എക്സ്ട്രീം. കാരണം ഇതിനകത്ത് ഓരോ സീൻ കണ്ടായിരുന്നു ഭയങ്കര ഒരു എനർജി ഉണ്ട് ഓരോ സീനിൽ കാണുമ്പോഴും. ലൈക്ക് ദാറ്റ്സ് വാട്ട് ഐ ഫീൽ ഹിസ് സ്പെഷ്യാലിറ്റി. ആ ഒരു ടൈമിൽ നമ്മള് കുറെ അധികം മൂവീസ് അദ്ദേഹത്തിന്റെ എന്ന് പറയുന്നത് പലപ്പോഴും തെലുങ്ക് മൂവീസിൽ നിന്ന് എടുത്തതായിരിക്കും, റീമേക്ക് ആയിരിക്കും വരുന്നത്. പക്ഷെ ഹി വുഡ് ക്രിയേറ്റ് ഹിസ് ഓൺ സിഗ്നേച്ചർ ആൻഡ് നമ്മളത് ആ സമയത്തല്ല ഇപ്പോഴും അതാണ് ഞാൻ പറയുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട് ഓൾറെഡി. പക്ഷെ നല്ല എന്താ പറയാ ഐ വാസ് ബിലീവിംഗ് ഓക്കെ ദിസ് ഇസ് ദ മെയിൻ സിഗ്നേച്ചർ അങ്ങനെ വരാം, ഇതാണ് ബേസ് എന്നുള്ള രീതിയിൽ വിചാരിക്കും. അങ്ങനെയാണ് ശേഷം ബാക്കിയുള്ളത് റീമേക്ക് പോയെന്ന് വിചാരിക്കും. അങ്ങനെയാട്ടോ, അതൊരു വലിയ സ്പെഷ്യാലിറ്റി തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിജയണ്ണനെ നമ്മൾ എന്തായാലും മിസ് ചെയ്യും. ആൻഡ് തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യാനുള്ള മുതലുണ്ട് സംഭവം. കാരണം എന്ന് വെച്ചാല് നാളെയാണ്
സംഭവം ഉണ്ട് കേട്ടോ. കാണാത്തവരൊക്കെ പോയി കാണാം, അതേ നമുക്ക് പറയാനുള്ളൂ. ഞാനും കണ്ടിട്ടില്ല, ഞാനും മാക്സിമം പോയി കാണാൻ നോക്കാം. അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇവിടെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ആ സമയത്തൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. കാരണം സ്പടിക എക്സ്പീരിയൻസ് ചെയ്ത സമയത്ത് ദാറ്റ് വാസ് റിയലി ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. കുറച്ചും കൂടി എൻജോയ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. കാരണം സ്പടിക ഞാൻ ഓൾറെഡി കണ്ടതാണ്, പക്ഷെ ഇത് ഞാൻ കാണാത്തത് കൊണ്ട് ഒന്നും കൂടി എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ എന്തായാലും ഷെയർ യുവർ ഒപ്പീനിയൻ, ഹൗ മെനി ഓഫ് യു ആർ ഗോയിങ് ടു വാച്ച് ഓൺ തിയേറ്റർ എന്ന് എസ്പെഷ്യലി കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.